കൊല്ലത്ത് ചെറുമൂട് വൈദ്യുതി ലൈനിന് മുകളിൽ വീണ മരം മുറിച്ചു നീക്കാത്തതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുട്ടികൾ ഉൾപ്പെടെ നടക്കുന്ന വഴിയിലാണ് 3 ദിവസമായി മരം വീണ് കിടക്കുന്നത്. കുണ്ടറ KCBയിൽ നിന്ന് ലൈൻ ഓഫാക്കാത്തതാണ് മരം മുറിച്ചു മാറ്റാൻ തടസ്സമാകുന്നത്. KCBയിൽ നിരവധി തവണ വിളിച്ചിട്ടും നടപടിയില്ലെന്നാണ് പരാതി. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, ഗുഡ് മോർണിംഗ് ദിലീപ്. എന്താ സംഭവിച്ചത് അവിടെ? എന്താണ് KCB ഉദ്യോഗസ്ഥർ വരാത്തത്? അപകടമല്ലേ? കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമല്ലേ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ കുണ്ടറയിൽ തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ അത് കൈകൊണ്ട് തൊട്ട ആൾ ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഒരു ഗോപാലകൃഷ്ണൻ ആണ് ആളെ മരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ മുതൽ, അതായത് 3 ദിവസമായി ഇവിടെ ഒരു മരം ലൈൻ കമ്പിയിൽ വീണ് കിടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് നോക്കൂ, തൊട്ടടുത്ത് എൻ്റെ കൈയെത്തുന്ന ദൂരത്താണ് ലൈൻ കമ്പിയുടെ മുകളിൽ മരം വീണ് കിടക്കുന്നത്. 3 ദിവസമായി ഇങ്ങനെ വീണ് കിടക്കുകയും ചെയ്യുന്നു. KCBയിൽ വിളിച്ചിട്ട് ആരും എത്തിയിട്ടില്ല. ഇതിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ ആ വഴിയിലൂടെ പോലും നടക്കാൻ പറ്റാത്ത തരത്തിൽ ഈ മരം വീണ് കിടക്കുന്നു. എന്നിട്ട് പോലും ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം കുണ്ടറയിൽ ഈ ആൾ ഗോപാലകൃഷ്ണൻ മരിച്ചു എന്നറിഞ്ഞതോടുകൂടെ തന്നെ പ്രദേശവാസികൾ ആകെ ആശങ്കയിലായി. നമ്മളെ വിളിച്ച് വിവരം അറിയിച്ചു. നമ്മൾ സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് അവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോസ്റ്റ് ആ മാവിൻ്റെ മേലെ തട്ടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അതും പൊട്ടി വീഴാതിരുന്നത്. ഈ നിരവധി തവണ വിളിച്ചു പറഞ്ഞു. ചേട്ടാ, KCBയിൽ വിളിച്ചിട്ട് എന്താ പറയുന്നത്? അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ വിളിച്ചപ്പോൾ മരം മുറിച്ച് മാറ്റി വന്നു. അത് ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഫോൺ കട്ടെ. ഇത് മരം വീണെന്ന് വിളിച്ചത്? അയ്യോ, അന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലേ. ഇന്നലെ രാവിലെ 6:30 വിളിച്ചപ്പോഴൊന്ന് കിട്ടി. അന്നേരമാണ് ഇത് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞങ്ങളെ വീട് താഴെയാണ്, ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല. കൊച്ചുങ്ങളും എല്ലാം വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. സ്കൂൾ വിട്ട് വന്ന അയ്യത്തൂടെയും പിന്നെ വല്ല വീടുകളുടെയും മുമ്പേ കൂടെയാണ് വന്ന് കയറുന്നത്. 3-4 ദിവസം കൊണ്ട് വിളിച്ച് പറയുന്നു ഇവിടെ വന്ന് ഇത് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇവിടുത്തെ മെമ്പറെ കണ്ട് പറഞ്ഞ് വിളിച്ചനൊക്കെ അവർ കിട്ടിയിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ, നോക്കൂ, ഇത് കൈയെത്തുന്ന ദൂരത്താണ്. അതായത് കുട്ടി വഴി ഒന്ന് കാണിച്ചു കൊടുക്കുക അബുദാഹിർ. ഇത് നോക്കൂ ഡോക്ടർ അരുൺകുമാർ, നടന്നു പോകുന്ന വഴി, ഈ വഴിയിലാണ് ഈ മരം ഉള്ളത്. ഈ മരത്തിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു. ആളുകൾ പോകുന്ന വഴി. ഞാനൊരു ടെസ്റ്ററൊക്കെ എടുത്ത് വന്ന് നോക്കി, ഇവിടെ കറണ്ട് ഉണ്ടോ നോക്കി. അപ്പം കറണ്ടില്ല. അത് വെള്ളമുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് തന്നെ ഭയമാണ്. കാരണം തൊട്ടടുത്ത് 1 മീറ്റർ ദൂരത്താണ് ഈ ലൈൻ കമ്പി താഴ്ന്നെടുക്കുന്നത്. സപ്ലൈ പോകുന്നുണ്ട് അരുൺകുമാർ. താഴത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്. കൃത്യമായി താഴത്തെ വീടുകളിലെല്ലാം കറണ്ട്. അതാണ് ഇവർക്ക് ആശങ്ക. കാരണം ഇന്നലെ കൊല്ലത്ത് ഒരാൾ മരിക്കുകയും ചെയ്തതാണ് ഇവർക്ക് പേടിയുണ്ടാകാൻ കാരണം. അതെ, ഈ ലൈനിലൂടെ കറണ്ട് പോകുന്നുണ്ട്. താഴത്തെ വീട്ടിലെല്ലാം തന്നെ സുഗമമായി കറണ്ട് ലഭിക്കുന്നുമുണ്ട്. അത് ഇന്നലെ വൈകുന്നേരം ഒരാൾ മരിച്ചതോടുകൂടെ തന്നെ പേടിയായി, പ്രദേശത്തെല്ലാവർക്കും പേടിയായി. അങ്ങനെയാണ് KCBയിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് നമ്മളെ വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ KCBയിൽ വിളിക്കുകയും ചെയ്തു. പക്ഷേ KCBയിൽ നമ്മൾ വന്നപ്പോൾ പലതവണ വിളിച്ചിട്ട് പോലും KCBയിൽ എടുക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി KCBയിൽ വിളിച്ച് ഇത് കാണിക്കാവുന്നതാണ്. പക്ഷെ ആരും എടുക്കാത്ത, നമുക്ക് ലൈവായിട്ട് തന്നെ KCBയിൽ വിളിക്കാവുന്നതാണ്. ഇത് KCBയിൽ നമ്പറിൽ നമ്മൾ വിളിക്കുന്നു. അത് ഒന്നുകൂടി ലൗഡ് സ്പീക്കർ ഇടുന്നത്. താങ്കൾ വിളിച്ച സബ്സ്ക്രൈബർ തിരക്കിലാണ്. ഇത് തന്നെയാണ് തുടർച്ചയായി കേൾക്കുന്നത്. നമ്മൾ വന്ന ആ സമയം മുതൽ ഇങ്ങനെ വിളിക്കുന്നു, തുടർച്ചയായി കേൾക്കുന്നത് സബ്സ്ക്രൈബർ ബിസിയാണ് എന്നുള്ള കാര്യം. മുകളിൽ കിടക്കുകയാണെന്നുള്ള വിവരം KCB ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിച്ചിട്ടില്ലേ ഈ കൊല്ലത്ത് ചെറുമൂട് സ്ഥലത്ത്? അതെ, തീർച്ചയായിട്ടും ഇവരെ KCBയിൽ വിളിച്ചറിയിക്കുകയും ഇന്നലെ അടക്കം വിളിച്ചപ്പോൾ പറഞ്ഞ മരം നിങ്ങൾ മുറിച്ചു മാറ്റിയോ എന്നുള്ള ചോദ്യമാണ് KCBയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ ഇത് ഏത് പഞ്ചായത്താണ്? ഏതാണ് പഞ്ചായത്ത്? KS ഓഫീസ് കുണ്ട്ര, പെരുന്നാട് പഞ്ചായത്ത്, വാർഡ് 19-ാം വാർഡ്, കുഴിയം. ഇത്തരം വിവരങ്ങളാണ് ഡോക്ടർ അരുൺകുമാർ ഉള്ളത്. പക്ഷേ ഇത് ഗുരുതരമായ വീഴ്ചയാണ്. നോക്കൂ, തൊട്ടടുത്ത് ഈ ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം നമ്മളിതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യരില്ലേ, അവര് നടന്നു പോകുമ്പോൾ അറിയാതെ ആ മരത്തിൽ പിടിക്കില്ലേ? ഒന്ന് മഴ പെയ്താൽ അതിൽ നിന്ന് പോകുന്ന സപ്ലൈ ആ താഴെ ഭൂമിയിലേക്കും ആ പറയുന്ന മരത്തിലേക്കും വരില്ലേ? അവിടെ തൊടുന്നവർക്ക് ഷോക്ക് ഏൽക്കില്ലേ? ഒരാൾ മരിച്ചില്ലേ? ഈ മരിച്ചയാൾ എവിടെ വെച്ചാണ് മരിച്ചത്?
ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ വൈകിട്ടായിരുന്നു പെരുമ്പുഴ തലപ്പറമ്പിൽ ആണ് അവിടെ പത്മാലയത്തിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ഗോപാലകൃഷ്ണൻ പുല്ലരിയാൻ പോകുമ്പോൾ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൈ തട്ടി പൊട്ടി വീണ ലൈനിൽ കൈ തട്ടി അദ്ദേഹത്തിന് ഷോക്കേൽക്കുകയും ഒപ്പമുണ്ടായ മകൾ രക്ഷിക്കാൻ വരികയും ചെയ്തു. മകൾക്കും പൊള്ളലേൽക്കുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ മരിക്കുകയും ചെയ്തു. ആ സംഭവം അടക്കം ഈ പ്രദേശത്ത് ഇന്നലെ വലിയ വാർത്തയാകുകയും ചെയ്തു. കുണ്ടറ KCB സംഭവം അടക്കം ഉണ്ടായത്. അമ്മ, ഈ മരം വീണിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. 4 ദിവസമായി ഡോക്ടർ അരുൺകുമാർ. എന്നിട്ടും KCB നിങ്ങൾ അന്ന് തന്നെ KCB അറിയിച്ചത്? അറിയിപ്പിച്ച് ആരും വന്നിട്ട് ഇതേവരെയും വിളിച്ചനക്കെ. കുണ്ടറ KCB-യിലെ ഒരു ഉദ്യോഗസ്ഥരും ഇതുവരെ ഈ വൈദ്യുതി ലൈനിലേക്ക് മുകളിലേക്ക് ഈ മരം വീണ് കിടന്നിട്ട് അത്യന്തം അപകടകരമായ സാഹചര്യത്തിലായിട്ടും അതുവഴി ഇപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്ന സാഹചര്യത്തിലും കനത്ത മഴയായിട്ടും ഈ മരം മുറിച്ചു മാറ്റാൻ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ആ പോസ്റ്റിലേക്ക് വീണ് കിടക്കുകയാണ്. അതിൽ ഒരുപക്ഷെ സപ്ലൈ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. കുട്ടികളും മുതിർന്നവരും അടക്കം പോകുന്ന വഴിയാണ്. തീർച്ചയായിട്ടും കുണ്ടറ KCB-യിലെ ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കുക. അപകടമുണ്ടായതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 4 ദിവസമായി മരം അങ്ങനെ വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് KCB ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഫോൺ എടുക്കുന്നില്ല. നമ്മൾ തന്നെ വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല. പഞ്ചായത്ത് മെമ്പറും ഫോൺ എടുക്കുന്നില്ല. പെരിനാട് പഞ്ചായത്തിലാണ് സംഭവം. 19ാമത്തെ വാർഡാണ്. അവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഇങ്ങനെ KCB-യിലെ ഉദ്യോഗസ്ഥർ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇതാ നോക്കൂ, കുണ്ടറ തന്നെ ഒരാളുടെ മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കൊല്ലത്ത് തന്നെ ഇതേപോലെ പൊട്ടിക്കിടന്ന വൈദ്യുതി ലൈനിൽ കൈതട്ടിയപ്പോഴാണ് മരണം സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന മരം വലിയ അപകടമാണ് എന്നുള്ളത് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇന്ന് സ്കൂൾ തുറക്കുന്ന സമയമാണ്. കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അത് വല്ലാതെ മോശമായി പോയി. കുണ്ടറ KCB-യിലെ ഉദ്യോഗസ്ഥരാണ് ഈ അലംഭാവം കാട്ടിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. ദിലീപ്, തീർച്ചയായിട്ടും നമുക്ക് അല്പസമയം കൂടി കഴിഞ്ഞവരെ ഒന്ന് വിളിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പെരിനാട് പഞ്ചായത്ത് നിന്ന് വിദ്യയുണ്ട്. വിദ്യ, നമസ്കാരം. ഈ ദിവ്യ, നമസ്കാരം. നമ്മുടെ ഈ മരം വീണ് കിടക്കുന്നത് ദിവ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പെരിനാട് പഞ്ചായത്തിൽ 19ാമത്തെ വാർഡിൽ എല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് വല്ലതും വീണോന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, 4 ദിവസമായിട്ട് അവിടെ വീണ് കിടക്കുകയാണ്. നമ്മുടെ സ്ക്രീനിൽ അത് കാണാം. ലൈവിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. ദിവസമായിട്ടോ? അവർ KCB ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് അവർ വന്നില്ലെന്നാണ് പറയുന്നത്. കുണ്ട്ര പെട്ടില്ലല്ലേ? എന്തോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് ദിലീപ്, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒരു നിമിഷം ദിവ്യ മാം. അറിയിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നാട്ടുകാരുണ്ട് നമുക്കൊപ്പം. ദിവ്യ മാം, അവരുടെ ഒരു പ്രതികരണം ഒന്ന് എടുത്തോട്ടെ. പറഞ്ഞിട്ടില്ലേ? പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചിട്ടുള്ളൂ. ഈ 19ാമത്തെ വാർഡിലെ മെമ്പർ ആരാണ് ദിവ്യ മാം? ആ മെമ്പറെ അറിയിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ മെമ്പറെ അറിയിച്ചിരുന്നു. ആ മെമ്പർ അറിയിച്ചിട്ടില്ലേ അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ കാര്യം? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇതൊന്ന് മാം ഇടപെട്ടൊന്ന് ശരിയാക്കി കൊടുക്കണം. ഒന്ന് KCB വിളിച്ചിട്ട്. കാര്യം അവിടെ ഇന്ന് തന്നെ തിരക്കാം. അവിടെ അതുവഴി സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ പോകുന്നതല്ലേ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് തന്നെ തിരക്കി അതെന്തുവാന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാകും. മരം ഒന്ന് മുറിച്ചു മാറ്റിയാൽ മതി, ആ ടെൻഷൻ മാറും. താങ്ക് യു. ഓക്കെ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വാർഡ് മെമ്പർ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല. വാർഡ് മെമ്പറൊന്നും അവിടെ താമസിക്കുന്ന ആളല്ലേ എന്തോ. അപ്പോൾ ദിലീപ്, ഈ കാര്യം ഇന്നതോടുകൂടി തീർപ്പാവും. പഞ്ചായത്ത് പ്രസിഡന്റ് ആ വിഷയത്തിൽ ഇടപെടും. കുണ്ടറ KCB-യിൽ വിളിച്ച് ഇന്ന് തന്നെ ലൈൻ ഓഫാക്കുകയോ ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയോ ചെയ്യും. കേട്ടോ, നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടായതിനു ശേഷം നമുക്ക് അവിടുന്ന് പോയാൽ മതിയാവും. അവിടെയുള്ളവരുമായിട്ട് സംസാരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. KCB ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്.